നമ്മൾ തമിഴ്നാട്ടിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാൻ TVK അധ്യക്ഷൻ വിജയ് 28-ന് ചെന്നൈയിലെ 5 മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുക. 3000 പേർ മാത്രമേ ഒരു സ്ഥലത്ത് പങ്കെടുക്കാവൂ എന്നാണ് പോലീസിന്റെ കർശന നിർദ്ദേശം. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, കരൂരിന്റെ ഓർമ്മകൾ ഇപ്പോഴും TVK പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കർശനമായ നിർദ്ദേശം 3000 പേർ എന്നത് പോലീസ് കൂടി മുന്നോട്ട് വെക്കുന്നത്? ഗോകുൽ, അനുജ, കരൂരിൽ മാത്രമല്ല, കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന പബ്ലിക് റാലി എന്ന് പറയുന്നത് തിരുച്ചിറപ്പള്ളിയിലാണ്. അവിടെയും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരാധകരാണെങ്കിലും ശരി, അല്ലെങ്കിൽ വിജയുടെ പാർട്ടി പ്രവർത്തകരാണെങ്കിലും ശരി, നിലവിടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പോലീസ് നൽകിയിരിക്കുന്നത്. 5 ഇടങ്ങളിലാണ് വിജയ് പ്രചാരണത്തിന് എത്തുന്നത്. ചെന്നൈയിൽ അത് ആദ്യം അന്ന് 28-ന് രാവിലെ 10 മണിക്ക് പെരമ്പൂരിലാണ്. പെരമ്പൂരിലെ MKB നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരമ്പൂർ എന്ന് പറയുന്നത് വിജയ് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. മാത്രമല്ല, അവിടെ പെരമ്പൂർ ഉള്ള തമിഴക വെട്ടിക്കഴകത്തിന്റെ കമ്മിറ്റി നേരത്തെ തന്നെ പ്രമേയം പാസ്സാക്കിയിരുന്നു. വിജയ് അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം അവിടെ പാസ്സാക്കിയിരുന്നു. അപ്പോൾ ആ പ്രചാരണത്തിന്റെ തുടക്കം എന്തായാലും പെരമ്പൂരിൽ നിന്ന് തന്നെയാണ്. മറ്റൊന്ന് കൊളത്തൂരാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് കൊളത്തൂരിലാണ്. കൊളത്തൂർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മണ്ഡലമാണ്. അവിടെയാണ് രണ്ടാമതായി വിജയ് അന്നത്തെ ദിവസം പ്രചാരണത്തിനായി എത്തുന്നത്. പിന്നീട് 2 മണിക്ക് വില്ലിവാക്കം, 3 മണി അണ്ണാനഗർ, 4 മണി വിരകമ്പാക്കം. അങ്ങനെ 5 ഇടങ്ങളിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രചാരണം നടക്കുക. 3000 പേർ മാത്രമാണ് പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കർശന നിർദ്ദേശമുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. മാത്രമല്ല, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം, വാഹനം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കണം. പ്രത്യേകിച്ചും ചെന്നൈ ആകുമ്പോൾ ധാരാളം ആളുകൾ എത്താനുള്ള ഒരു സാധ്യത കൂടി പോലീസ് മുൻപിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് 3000 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ഇത് ലിമിറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്. എന്തായാലും 28-ന് സജീവമായി തന്നെ പ്രചാരണം ആരംഭിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനിയും 110 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ ഒരു യോഗം നാളെ മഹാബലിപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് എന്തായാലും പ്രചാരണത്തിന് വിജയ് ഇറങ്ങുന്നത്. അപ്പോൾ 110 പേരെയാണ് നിലവിൽ എന്തായാലും ഒരു കാൻഡിഡേറ്റുകളായി തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 234 മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ. ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും അത്തരത്തിൽ തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. ഒരുപക്ഷെ മുന്നണി സംവിധാനത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇത് കാണുന്നത്. 110 മണ്ഡലങ്ങളിൽ TVK മത്സരിക്കുന്നു. ബാക്കി വരുന്ന മുന്നണികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് നൽകാനായിരിക്കാം ഒരുപക്ഷെ മറ്റ് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സജീവമായി തന്നെ രംഗത്തിറങ്ങുകയാണ് വിജയും തമിഴക വെട്ടിക്കഴകവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.